കിട്ടിയിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റിലാണ്, എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒക്ടോബറിലാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം നമ്മൾ ഓഗസ്റ്റിലാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. അങ്ങനെയാണ് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിയുമ്പോൾ കിട്ടും. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവരുത്, 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസൈറ്റ്സ് അങ്ങനത്തെ പേ ഔട്ടിലൊക്കെ സെഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈച്ച് ഡേ നമ്മൾ എത്രയാണ് ഏൺ ചെയ്തിട്ടുള്ളത് കാണിക്കാൻ പറ്റും. അല്ലാണ്ട് ഓരോ മാസത്തിൽ നമ്മൾ എത്രയാണ് ഏൺ ചെയ്തിട്ടുള്ളത് അത് കാണിക്കാൻ പറ്റും. ഈ കമ്മീഷൻസ് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മിന്ത്രയിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ആ ഒരു വിഷ് ലിങ്ക് കൂടെ ഒരാൾ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 15%, മിന്ത്രയിൽ 15%, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ 9%. അപ്പം അതിൻ്റെ ഒരു 15%, ഇപ്പോൾ 1000-ൻ്റെ ഡ്രസ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു 15% നമുക്ക് കിട്ടും. അത് അവർ അതിൻ്റെ റിട്ടേൺ ടൈമും കഴിയണം. അതായത് സാധനം മേടിച്ച് റിട്ടേൺ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. അഥവാ അവർ റിട്ടേൺ ചെയ്യണ ആ എമൗണ്ട്